ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോയാലോ? ഇന്ന് ഒരു ക്രിസ്പി ആയിട്ടുള്ള പ്രോൺ ഫ്രൈ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സീ ഫുഡ്സ് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇഷ്ടമല്ലാത്തവർ. എല്ലാവർക്കും ഇഷ്ടമായ ഒരു വിഭവമാണ് പ്രോൺ കൊണ്ടുള്ളത്. പ്രോൺ വെച്ചിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രൈ നമുക്ക് ചെയ്തു നോക്കാം. വളരെ രുചികരമായിട്ടുള്ളതും അതിലേറെ ക്രിസ്പിയും ക്രഞ്ചിയുമായ പ്രോൺ ഫ്രൈയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ റൂബീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. ആദ്യം കൊഞ്ചിനെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കൊരു പാത്രത്തിലിട്ട് കൊണ്ടുവരാം. ഒരു 25 കൊഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഈ സൈസിലാണുള്ളത്. കഴുകി വൃത്തിയാക്കിയ കൊഞ്ചിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ എടുക്കാം. പ്രോണിൻ്റെ പുറത്ത് നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കൊഞ്ചൊക്കെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മസാല എല്ലാം പുരട്ടി നല്ല റെഡിയായി ഇരിപ്പുണ്ട്. ഇനി നമുക്കതിനെ ഒരു 15 to 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. നമുക്കതിന് ഒന്ന് എടുക്കാം. മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പ്രോൺസിനെ ഒന്ന് ഓട്സ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് കോട്ട് ചെയ്ത ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് കോട്ട് ചെയ്യാനായിട്ട് ബ്രെഡ് ക്രംസോ ഓട്സ് ഒന്ന് പൊടിച്ചതോ എടുക്കാം. ഒന്ന് വെറൈറ്റി ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്സ് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ വറുത്ത് കോരി മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ സമയം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കേണ്ടത്. തീ അധികമാകാൻ പാടില്ല, എങ്കിൽ കരിഞ്ഞു പോകാൻ ഇടയുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ക്രിസ്പി പ്രോൺ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ടൊമാറ്റോയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലകളും ഒക്കെ ചേർന്നൊരു നല്ലൊരു അടിപൊളി ഫ്ലേവറാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. കൂടെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കാനും മറന്നു പോകരുതേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.